ശീലങ്ങൾ നിരീക്ഷിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. നമ്മുടെ മനോഭാവം അനുസരിച്ചാണ് നമ്മുടെ ശീലങ്ങളൊക്കെ വരുന്നത്. ചില ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, സംസാരിക്കുന്ന കാര്യത്തിൽ, ചിലപ്പോൾ ചിലർ സംസാരിക്കുമ്പോൾ ഒരുപാട് ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ കാണിക്കുക, പല പല രൂപത്തിലുള്ള പ്രത്യേക പൊസിഷനിൽ നിൽക്കുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനുഷ്യൻ ശീലിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ വരും. പിന്നെ ചില വാക്കുകൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതേ വാക്ക് തന്നെ പറയും. ചിലരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് കാര്യം പറയുന്നെങ്കിലും അവർ ഏതെങ്കിലും ദൈവത്തിനെ വിളിക്കും. അപ്പം ദൈവത്തിനെ വിളിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പം ചില ആളുകൾ എൻ്റെ ഗണപതിയെ എന്നൊക്കെ പറയും. പിന്നെ ചില ആളുകൾ എൻ്റെ ശിവനെ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറയും. അപ്പോൾ അതൊക്കെ ഒരു ശീലമായി മനുഷ്യനിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴോ കടത്തിവിട്ടതാണ്. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ നിരീക്ഷിക്കണം. നല്ല നല്ല ശീലങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. മോശപ്പെട്ട ശീലങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. അപ്പോൾ മോശപ്പെട്ട ശീലങ്ങൾ, ചിലർ നഖം കടിക്കുന്നവരായിരിക്കും, ചിലരൊന്ന് എപ്പോഴും ചൊറിയുന്നവരായിരിക്കും, ചിലർ ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരായിരിക്കും, ചിലർ ദേഷ്യപ്പെടുന്നവരായിരിക്കും, ചിലർ ഒരു കാര്യം മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നവരെ മറുപടി പറയുന്നവരായിരിക്കും. ഇങ്ങനെ പല പല രൂപത്തിലാണ് നമ്മൾ മനുഷ്യരുള്ളത്. അപ്പോൾ ഇത്രയും വൈവിധ്യമുള്ള മനുഷ്യർ അവരവരുടെ ശീലങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സുഖിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ശീലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശുചിത്വമായി ബന്ധപ്പെട്ട നമ്മുടെ ശീലങ്ങൾ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടത്, മൊബൈലിൻ്റെ ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം, വായനയുടെ കാര്യങ്ങൾ, യാത്രകൾ ചെയ്യുന്നത്, അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഇതങ്ങനെ നൂറുകണക്കിന് ശീലങ്ങളിലൂടെയാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. സാധാരണ പറയുന്നത് ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ ഈ ശീലങ്ങൾ മാറ്റുക എളുപ്പവുമല്ല. അപ്പോൾ ഒരു 13 വയസ്സിനകത്ത് ഇതെല്ലാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അത് 13 വയസ്സിനകത്ത് ഇതെല്ലാം പരിശോധിച്ച് തിരുത്താനും ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും തൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. തൊട്ടിലിൽ പോണുന്ന ശീലം മരണം വരെ കൊണ്ടുപോകുന്നൊക്കെ പറയും. പക്ഷേ എന്തായാലും നമ്മുടെ ശീലങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. ആ ശീലങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ നല്ല ശീലങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മോശപ്പെട്ട ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി അവയെ തിരുത്തുകയും ചെയ്യാം. അങ്ങനെ തിരുത്തുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല ശീലങ്ങൾ വരുന്നത്. അങ്ങനെയാണ് നമുക്കും ഓരോ വ്യക്തിക്കും, അത് കുടുംബമായാലും സമൂഹമായാലും ഓഫീസിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് നല്ല ശീലങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് ബലം പിടിച്ച് ബഹളം ഉണ്ടാക്കിയിരിക്കേണ്ട കാര്യമില്ല. ചിരിച്ച് സന്തോഷിച്ച് നല്ല ശീലം നമുക്ക് ജീവിതത്തിൽ വളർത്തിയെടുക്കാം.